കോമൺ ആയിട്ട് നമ്മുടെ ആൾക്കാർക്ക് ക്യാബിൻ ക്രൂവിനെ പറ്റിയിട്ടുള്ള ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ ഇവർ ഒരു ചായയും കപ്പിയും കൊടുക്കാനായിട്ടുള്ളവരാണ്, ലൈക്ക് ഹൈ പെയ്ഡ് വെയിറ്റേഴ്സ് അങ്ങനെ രീതിയിലാണ് അവർ. ആ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. ഞാനിതിലേക്ക് വരാനുള്ള കാരണം തന്നെ എനിക്ക് മേക്കപ്പ് ചെയ്ത് നടക്കാനൊക്കെ ഇഷ്ടമുള്ളതാണ്. അല്ലാതെ ഞാൻ എന്താണ് ഇവരുടെ ഡ്യൂട്ടി എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊന്നും ഞാൻ ആലോചിച്ചിട്ടുമില്ല. വൺസ് ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ചായയും കപ്പിയും കൊടുക്കുന്നത് മാത്രമല്ല, ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസുകൾ നമുക്ക് ഉണ്ട്. എമർജൻസി പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യണം, നമുക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്യണം, അതുപോലെ നമ്മൾ ഫയർ ഫൈറ്റിംഗ് വരെ ചെയ്യണം ഫ്ലൈറ്റിൽ. എല്ലാ കാര്യങ്ങളും ടോട്ടൽ ഒരു നഴ്സ് ചെയ്യുന്ന ഒരു ജോലി, ഒരു ഡോക്ടർ ചെയ്യുന്ന ഒരു ജോലി, അല്ലെങ്കിൽ ഫയർ വുമൺ ചെയ്യുന്ന ജോലി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ടുണ്ട്. ഡിഫിക്കൽട്ടി സ്റ്റേജ് കോവിഡിന്റെ സമയത്താണ്. കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ കോഴിക്കോട് ബേസ് ചെയ്താണ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഐ വാസ് ബേസ്ഡ് അറ്റ് കോഴിക്കോട്. ഫ്ലൈറ്റിൽ ഇങ്ങനെ കോവിഡ് അഫക്റ്റഡ് ആയിട്ടുള്ള യാത്രക്കാർ വരുന്നുള്ള രീതിയിലൊരു ന്യൂസ് ഉണ്ടായി. അതനുസരിച്ച് ഞങ്ങളോട് ഹോം ക്വാറന്റൈനിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ 28 ഡേയ്സിലേക്ക് ഞങ്ങൾ ക്വാറന്റൈൻ ഇരുന്നു വീടുകളിൽ. ആ സമയത്ത് നമ്മുടെ നെയ്ബർ ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് ന്യൂസസ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതായത് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ടിട്ട് നമ്മളാണ് കോവിഡ് സ്പ്രെഡ് ചെയ്യുന്നത്, അപ്പം ഇവരെ അടച്ചിടണം, പൂട്ടിയിടണം, അങ്ങനെയുള്ള ജനൽ പോലും തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷൻ ആ ഒരു ഇതിലേക്കൊക്കെ പറയാൻ തുടങ്ങി. അന്ന് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ കുടുംബത്തെയും എന്നെയൊക്കെ പേഴ്സണലി ഭയങ്കരമായിട്ട് വിഷമത്തിലാക്കി. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഈ ഹോം ക്വാറന്റൈനിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. അപ്പൊ എന്റെ ആ ഒരു ഞാൻ അനുഭവിക്കുന്ന ആ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു ആർട്ടിക്കിൾ എഴുതി. അത് കുറച്ചൊരു വൈറലായി ആ ആർട്ടിക്കിൾ. പക്ഷെ ആ സമയത്ത് ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്തത്. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞു, കോവിഡിന്റെ ആ സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റ് ഒക്കെ ചാലുവായി. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇത് കാരണം, ഇങ്ങനൊരു ഇൻസിഡന്റ് കാരണം ഒരുപാട് പേര് എന്നെ അറിയാൻ തുടങ്ങി. കാര്യം അന്ന് ആ സമയത്ത് ഞാൻ ഈ ആർട്ടിക്കിൾ എഴുതിയപ്പോഴത്തേക്ക് കുറെ പേര് എന്നെ സപ്പോർട്ട് ചെയ്തു, എനിക്ക് സ്ട്രെങ്ത് തന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ സപ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി എനിക്ക്. അപ്പോഴത്തേക്ക് ഞാൻ പിന്നീട് ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നപ്പോഴത്തേക്ക് എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി. അത് വലിയൊരു സന്തോഷമായിട്ട് മാറി. ക്യാബിൻ ക്രൂ എന്ന രീതിയിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫ്ലൈറ്റിൽ റീസ്ട്രെയിൻ ഡിവൈസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഹാൻഡ് ക്രാഫ്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന പാസഞ്ചേഴ്സ് ഒക്കെ വരുമല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒബേ ചെയ്യാത്ത ആൾക്കാർ, നോർമൽ ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അവരെ നമുക്ക് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരാനുള്ള ഒരു റൂളുണ്ട്. അത് എല്ലാ സാഹചര്യത്തിലും നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ആദ്യം നമ്മൾ കുറേ വാർണിംഗ്സ് ഒക്കെ കൊടുക്കും, മോറൽ വാർണിംഗ്. അപ്പൊ നമ്മളെ വാർണിംഗ് ഒക്കെ കേട്ടിട്ട് ഒന്നും നമ്മളെ ഒബേ ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ ഒരു അറ്റകൈ പ്രയോഗം എന്ന രീതിയിലാണ് ഈ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. എയർലൈൻസിൽ പൊതുവെ അങ്ങനെ ആരും ചെയ്യേണ്ട സാഹചര്യങ്ങൾ അങ്ങനെ വളരെ കുറവാണ്. എനിക്ക് അത് അങ്ങനെ ഒരു അനുഭവം കിട്ടി. ഞാൻ ഈ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്ന ഈ സംഭവം ഞാൻ തിയറിയിൽ കണ്ടിട്ടേ ഉള്ളൂ, പ്രാക്ടിക്കൽ ആക്കിയിട്ട് എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഈ എക്യുപ്മെന്റ് ഞാൻ ഫ്ലൈറ്റിൽ കണ്ടിട്ടേ ഉള്ളൂ. വൺസ് ഇൻ എ ഫ്ലൈറ്റ് ഐ വാസ് ട്രാവലിംഗ് ഫ്രം മസ്കറ്റ് ടു കോഴിക്കോട്. ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു പാസഞ്ചർ വന്നു. ബോർഡിംഗ് ടൈം വളരെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ആളിനെ പോലെയാണ് നമ്മളോട് സഹകരിച്ചതൊക്കെ. അപ്പം ഞങ്ങൾ ഒരു യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ടേക്ക് ഓഫ് കഴിഞ്ഞു. ഒരു 1 അവറിലേക്ക് ടർബുലൻസ് ആയിരുന്നു ഫ്ലൈറ്റിൽ. ത്രൂ ഔട്ട് സീറ്റ് ബെൽറ്റ് സൈൻ ഓൺ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ സർവീസ് കുറച്ച് വൈകിയാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഞാനായിരുന്നു ലീഡ് ക്യാബിൻ ക്രൂ. എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 3 പേരും ജൂനിയേഴ്സ് ആയിരുന്നു. ദേ വർ ഡൂയിങ് ദെയർ തേർഡ് ഫ്ലൈറ്റ് ഓർ സംതിങ്. ക്യാബിൻ ലൈറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആക്കി സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്തേക്ക് ഒരു ഭയങ്കരമായിട്ടൊരു ബഹളം കേട്ടിട്ട് ഞാൻ ക്യാബിനിലേക്ക് പോയി എന്താ കാര്യം എന്ന് അന്വേഷിച്ചു. ആ സമയത്ത് ഒരു പാസഞ്ചർ വന്നിട്ട് വേറൊരു പാസഞ്ചേഴ്സിനെ, ഒരു ഫെലോ പാസഞ്ചറിനെ ഉപദ്രവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്. ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. നമ്മൾ വിചാരിച്ചു ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഗ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണെന്ന് കരുതി. പക്ഷേ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്പൊ കാണുവാണ്, അങ്ങനെയുള്ള മുൻപേ കണ്ട് പരിചയം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് എന്തിനാണ് അയാളെ ഇങ്ങനെ ഉപദ്രവിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ കുറെ അബ്നോർമൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഏകദേശം പുള്ളി മെന്റലി ഇങ്ങനെ ഡിസേബിൾ ആയിട്ടുള്ള ആളായിരിക്കും എന്ന് മനസ്സിലായി. പിന്നീട് അദ്ദേഹത്തെ കുറെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ എന്താ പറയാ ഒന്ന് അനുനയിപ്പിക്കാൻ നോക്കിയെങ്കിലും ആള് ഫിസിക്കലി ഭയങ്കരമായിട്ട് വരുന്നു. ഈവൻ എന്നെ പുഷ് ചെയ്തു. ഞാൻ പെട്ടെന്ന് ഫ്ലോറിൽ വീണുപോയി, ക്യാബിനിൽ വീണുപോയി. അങ്ങനെ ഇത് കുറച്ചതായപ്പം അത് ക്രൂസ് എല്ലാം ഓടി വന്നു. പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ലാതെ പുള്ളി ഞങ്ങൾക്ക് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വന്നു. പെട്ടെന്ന് തന്നെ ഞാനത് ക്യാപ്റ്റനെ ഇൻഫോം ചെയ്തു. ക്യാപ്റ്റൻ പറഞ്ഞു ഡു ആസ് യുവർ SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചു നിങ്ങൾ എന്താ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ക്യാപ്റ്റന്റെ പെർമിഷൻ എടുത്തതിന് ശേഷം ആ യാത്രക്കാരനെ പിന്നീട് നമ്മൾ എന്താ പറയുക ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ഉണ്ടായത്. അന്ന് ആ ഫ്ലൈറ്റിൽ ഒരു സർവീസും നടന്നിട്ടില്ല. പാസഞ്ചർ എല്ലാവരും ഞങ്ങളോട് ഭയങ്കരമായിട്ട് സഹകരിച്ചു. കോഴിക്കോട് നിന്ന് മസ്കറ്റിലേക്കുള്ള ഒരു യാത്രാ സമയം ഏകദേശം 2.5 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് വരാൻ പറ്റും. അത്രയും സമയം യാത്രക്കാർ ഞങ്ങളുടെ അടുത്ത് വളരെ നന്നായിട്ട് സഹകരിക്കുകയും ലാൻഡ് ചെയ്യുന്നിടം വരെ ഈ പാസഞ്ചറിനെ ഹാൻഡിൽ ചെയ്യാനെല്ലാം അവർ നമ്മളോട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഇൻഫോം ചെയ്തതനുസരിച്ച് അവർ ആരും വീഡിയോയും ഫോട്ടോയും ഒന്നും എടുത്തില്ല. സാധാരണഗതിയിൽ ഫ്ലൈറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് യാത്രക്കാരൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് വൈറലാക്കി പിന്നീട് അത് യൂട്യൂബിലൊക്കെ വരുന്നത് ഇങ്ങനെ ആയിരിക്കും, ഫ്ലൈറ്റിൽ നടന്നത് നിങ്ങൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ ഇതൊക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ. പക്ഷെ ഇത് അങ്ങനൊന്നും ഒന്നും ഉണ്ടായില്ല. അവർ പൂർണ്ണമായിട്ടും നമ്മളോട് സഹകരിച്ചു. അങ്ങനെ നമ്മൾ യാത്രക്കാരനെ പെട്ടെന്ന് തന്നെ എയർപോർട്ട്
സെക്യൂരിറ്റിക്ക് കൈമാറി. അവിടുന്ന് പുള്ളിയെ ഐ തിങ്ക് എനിക്ക് അപ്പം തന്നെ കുതിരവട്ടത്തുള്ള കാലിക്കറ്റ് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുക ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. കാര്യം നമ്മൾ ഇങ്ങനൊരു കാര്യം ഫ്ലൈറ്റിൽ ഉണ്ടായ സമയത്ത് നമ്മൾ ഇത് ഫുള്ള് എന്താ പറയുക, അതിന്റെ ബന്ധപ്പെട്ട അതോറിറ്റികളുമായിട്ട് ആ ഇൻസിഡന്റ് എന്താണ് നരേറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിന്റെ കുറച്ച് ഫോർമാലിറ്റീസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അന്ന് ആ ഒരു സമയത്ത് നമ്മൾ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലായത്. ഞങ്ങൾ എല്ലാവരും ഗേൾസ് ആയിരുന്നു, ക്യാബിൻ ക്രൂ എല്ലാവരും. ബോയ്സ് ഒന്നും തന്നെ ഇല്ല ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. നമ്മൾ 2 ആൾക്കാർ അല്ലെങ്കിൽ 4 പേരുടെ ഒരാളെ ഇങ്ങനെ പിടിച്ചു വെച്ച് അങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ആള് ഫിസിക്കലി കുറച്ചൊരു ഫിറ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പം നമുക്ക് അങ്ങനെ പറ്റത്തില്ല. പാസഞ്ചേഴ്സ് നമ്മളെ മുന്നോട്ട് വന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയത്. അത് എന്താ പറയുക, ഈ രീതിയിൽ സക്സസ് ചെയ്ത് മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ. അത് പിന്നീട് അത് കമ്പനിയിൽ അത് റിപ്പോർട്ട് ചെയ്ത സമയത്തേക്ക് എനിക്ക് അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടി. കാര്യം ഇങ്ങനൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തതിന്. അങ്ങനെ എനിക്ക് ആ വർഷത്തെ ബെസ്റ്റ് ക്യാബിൻ ക്രൂനുള്ള അവാർഡ് CEO അഭിനന്ദിക്കുകയും അവാർഡ് തരുകയാണ് ചെയ്തത്. എൻ്റെ ഏവിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്ത് 2014 ജെറ്റ് എയർവേസിൽ ഒരു കൊമേഴ്ഷ്യൽ ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ടാണ്. അതിനുശേഷം 2015 ഞാനൊരു ക്യാബിൻ ക്രൂ ആയിട്ട് ജോയിൻ ചെയ്തു എയർ ഇന്ത്യ എക്സ്പ്രസിൽ. ദ ടൈം ഐ വാസ് 21. എൻ്റെ ഈ ത്രൂ ഔട്ട് ദിസ് ജേർണിയിൽ എനിക്ക് ഒരുപാട് പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ്സ്, ഗുഡ് ടൈംസ്, അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ടൈംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ പേഴ്സണാലിറ്റിയെ, എന്നെ മെന്റലി, എന്നെ ഫിസിക്കലി ഷേപ്പ് ചെയ്യാനായിട്ടാണ് എന്നെ ഇത് ഹെൽപ്പ് ചെയ്തത്. അപ്പം ഏവിയേഷനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളത്, ക്യാബിൻ ക്രൂ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഗ്ലാമറസ് ജോബ്. നമ്മൾ ഓഫ് കോഴ്സ് വി ആർ ദ ബ്രാൻഡ് അംബാസിഡേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ ആൻ എയർലൈൻ. അതേപോലെ തന്നെ നമ്മൾ പാസഞ്ചറിന്റെ അല്ലെങ്കിൽ നമ്മളെ അടുത്തേക്ക് വരുന്ന ഗസ്റ്റിന്റെ സേഫ്റ്റിയും കംഫർട്ടും എല്ലാം നമ്മൾ എൻഷുർ ചെയ്യണം. നമുക്കൊരു സർവീസ് മൈൻഡ് ഉണ്ടാവണം. അതുപോലെ നമ്മൾ എപ്പോഴും പ്രസന്റബിൾ ആയിരിക്കണം, നമ്മുടെ ലുക്സും നമ്മുടെ അപ്രോച്ചും എല്ലാം. എനിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാഷൻ ഉണ്ടായിരുന്നു, ക്യാബിൻ ക്രൂ ആവണം. അതുപോലെ തന്നെ ഞാൻ ആ ഒരു പാഷൻ, എൻ്റെ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു ഹാർഡ് വർക്ക്, ഒരു പാഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്യാബിൻ ക്രൂ ആവാൻ പറ്റും.